ബ്ലെസ്സിങ്സിൻ്റെ ഒരു കുഴപ്പം അതാണ്. ഇത് ബോഡി ഓറിയൻറ്റഡ് ആയിട്ടിരിക്കണ കാരണം പല കാര്യങ്ങളും നമുക്ക് 10 വയസ്സിൽ കിട്ടുന്ന ഒരു നരങ്ങമിഠായിയുടെ രുചി നിങ്ങൾ 50 വയസ്സിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. മിഠായി അത് തന്നെ ഇരിക്കും, പക്ഷേ രുചി നമുക്കുണ്ടാകും, നാക്ക് മാറിപ്പോവും. 40 വയസ്സിൻ്റെ വളർച്ചയിൽ നാക്കിന് രുചി അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് പോവും. ബ്ലെസ്സിങ്സിൻ്റെ ഒരു കുഴപ്പം അതാണ്, കിട്ടുന്ന അനുഗ്രഹം അനുഭവിക്കാൻ പറ്റത്തില്ല. അതാണ് വിഷയം. അതിൻ്റെ ഈ ട്രാജഡി അപകടം മനസ്സിലാക്കണം. അനുഭവിക്കാൻ പറ്റാത്ത അനുഗ്രഹം കിട്ടിയിട്ട് കാര്യമില്ലാത്ത അപ്രസക്തമായി പോകും. അതുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യന്മാർ ഞാനെപ്പോഴും ചെയ്യണത് റീപ്ലഗ് ചെയ്ത് നോക്കും ആൾക്കാരെ. എന്താണ്, ചില ആൾക്കാരുടെ ജീവിതം മുഴുവനും ഈ ബ്ലെസ്സിങ്സിന് വേണ്ടി മാത്രം ദൈവത്തിൽ ഇങ്ങനെ പ്ലഗ് ചെയ്തിരിക്കും. അപ്പോൾ എനിക്കറിയാം അവസാനം വരുമ്പോൾ ഇവരൊരു ശൂന്യത അനുഭവപ്പെടും. അത് കാരണം എന്ത് ചെയ്യും, ഇപ്പോൾ തന്നെ എടുത്ത് റീപ്ലഗ് ചെയ്യും. എന്ത് ചെയ്യും, അനുഗ്രഹത്തിൻ്റെ നോബിൽ നിന്ന് ഞാൻ മാറ്റിയിട്ട് കൃപയുടെ നോബിലേക്ക് കുത്തും. കൃപയുടെ നോബിലേക്ക് കുത്തുന്ന കൃപയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് നേടാൻ പറ്റും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അനുഗ്രഹം എന്ന് പറഞ്ഞ സംഭവത്തിലാണ് നിങ്ങൾ ഈ നടക്കണമെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ സൈലൈൻ ചെയ്യുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. കാരണം ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയുന്ന ഭൗതിക ആനുകൂല്യങ്ങൾ നേടാൻ യേശുക്രിസ്തുവിൻ്റെ ആവശ്യമില്ല. എന്താ കാര്യം, യേശുക്രിസ്തുവിന് മുമ്പുള്ള ആൾക്കാർക്ക് ജോലി ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, ഇല്ലേ, അവർ പെണ്ണ് കിട്ടുമായിരുന്നു, അവർക്ക് മക്കൾ കിട്ടുമായിരുന്നു. എന്താ കുഴപ്പം? അപ്പോൾ ഇതൊക്കെ മനുഷ്യന്മാർക്ക് പണ്ടേ ഉള്ളതാണ്, ദൈവം ജനിച്ചപ്പോൾ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അത് കെട്ടിയെടുത്ത് ആരും യേശുക്രിസ്തുവിൻ്റെ പള്ളിക്ക് കയറി അനുഗ്രഹം ഉണ്ടാക്കേണ്ട കാര്യമില്ല. യേശുക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് നമ്മൾ അടിസ്ഥാനപ്പെടുത്തുന്ന ജീവിതത്തിന്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം കിട്ടിയെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഉടമ്പടി എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കൃപ എന്ന് പറയണത് എന്താണ്? ഈശോയുടെ നാമത്തിൽ ലഭിക്കുന്നതാണ്. എന്താ കാര്യം? ഈശോയാണ് കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വരപ്രസാദം സൃഷ്ടിച്ചിരിക്കുന്നത്. കൃപ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഇറ്റ്സ് എ പവർ ഓഫ് ഗോഡ്. പക്ഷേ ആ പവർ നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രസാദത്തിലൂടെയാണ്. ദൈവം എല്ലാ കാര്യങ്ങളിലും പ്രസാദിക്കുന്നില്ല, അതാണ് കുഴപ്പം. നമ്മൾ കാണിക്കുന്ന പല അഭ്യാസങ്ങൾ കൊണ്ടും ദൈവം പ്രസാദിക്കുന്നില്ല. കൂടുതൽ വെച്ച് അമ്മ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഡയബോളിക് പേഴ്സണാലിറ്റികളെ ഉടമ്പടി എടുപ്പിക്കരുതെന്നാണ് പറഞ്ഞത്. ഡയബോളിക് പേഴ്സണാലിറ്റികളെ ഉടമ്പടി എടുപ്പിക്കരുത്. ദ പേഴ്സൺ മസ്റ്റ് ബി ആൻ ഇൻറ്റഗ്രേറ്റഡ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ലാത്ത സിംഗിൾ പേഴ്സണെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാവുന്ന എന്നുവെച്ചാൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. ഇങ്ങനെ അമ്മ കുറേ കാര്യങ്ങൾ ആ 5 ദിവസത്തിനുള്ളിൽ പറഞ്ഞു. 5 ദിവസം മുഴുവൻ ഞാൻ ഈ ധ്യാനത്തിലും പ്രാർത്ഥനയും തന്നെയായിരുന്നല്ല. അപ്പോൾ പറഞ്ഞ ദൈവിക രഹസ്യങ്ങളാണ്. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കരുത്. എന്താ കാര്യം? ഉടമ്പടി ഒരു സിംഗിൾ പേഴ്സൺ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. പേഴ്സൺ ടു പേഴ്സൺ. നീ ഒരു പേഴ്സൺ, ഒരു വ്യക്തി, ദൈവം ഒരു വ്യക്തി.